ആദ്യമായിട്ടാണ് ഞാൻ എൻട്രൻസ് ഇതിന് പഠിക്കുന്നത്, ഹാപ്പി ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് സൈലത്തിന്റെ ക്രാഷ് കോഴ്സ്. അപ്പോൾ ഞങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ സാറേ ഇതിൽ ഒരു 22 വയസ്സൊക്കെ ആയാൽ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കലാണ് സാർ. ഇപ്പോൾ ഞാനതാണ് സാറേ ചിന്തിച്ചത്, ശരി ഇനി മതി പെൺകുട്ടികളല്ലേ. അപ്പോഴാണ് ഏറ്റവും പിടിച്ചു നിന്നത് എനിക്ക്, അച്ഛാ എനിക്ക് ഒന്നും വേണ്ട പഠിത്തം മതി. തിയറി 4 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട ആൾ പഠിച്ചെടുത്തിട്ട് ഒരു ലെവൽ ഓഫ് സ്ഥലത്തെത്തി. അപ്പോഴാണ് സൈലത്തിന്റെ ക്രാഷ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് 510 എന്ന മാർക്കിലേക്ക് എത്തി. സാറേ ഡോക്ടറാകാൻ വേണ്ടി ഒരു അടിസ്ഥാനത്തിന്റെ സ്റ്റെപ്പ് സൈലാണ് സാർ. സൈലത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ഒരു ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും അത്ര റിലേഷൻഷിപ്പ്, എനിക്ക് അത്രയും നല്ല റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് അവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കണം, ഇങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് വിവരങ്ങൾ ഫോണിൽ വന്നു, മോളെ നീ ഇനി ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണ്ട, നീ ഫ്രീ ആണ്, നീ ജോയിൻ ചെയ്തോ പറഞ്ഞിട്ട്. അപ്പൊ തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് അത് സന്തോഷത്തിലൊന്നും പറയാൻ പറ്റില്ല സാർ. എനിക്ക് എൻ്റെ മോളുടെ ജീവിതം തന്നെ കിട്ടിയത് സൈലാണ് സാർ. പെട്ടെന്ന് എത്തി, പെട്ടെന്ന് അതിനെ ഒരു സൊല്യൂഷൻ കിട്ടുമെന്നാണ് വിചാരിച്ചില്ല സാർ. അവിടെ പഠിത്തത്തിന് മാത്രം ബെസ്റ്റ്, എന്തായാലും ശരി പഠിത്തത്തിന് ഫസ്റ്റ് പോയിന്റ് അവിടെ അതാണ്. ഒരു മലയാളം ചാനലിൽ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അങ്ങനെ ആരും ഞാൻ കണ്ടിട്ടില്ല. സാറിന്റെ മോട്ടിവേറ്റ് അതൊക്കെ പുതിയതായിരുന്നു. സാറിന്റെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. ഹായ് മക്കളെ, നമ്മൾ ഇന്നുള്ളത് പാലക്കാട് അട്ടപ്പാടിയിലാണ്. ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. അട്ടപ്പാടിയിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കർഷകൻ്റെ മകള് തിയറി 4 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട ആൾ പഠിച്ചെടുത്തിട്ട് ഒരു ലെവൽ ഓഫ് സ്ഥലത്തെത്തി. അപ്പോഴാണ് സൈലത്തിൻ്റെ ക്രാഷ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് 510 എന്ന മാർക്കിലേക്ക് എത്തി. അത് കഴിഞ്ഞ് 1 വർഷം സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്തിട്ട് അതും ഫ്രീ ആയിട്ട് സൈലത്തിൽ എന്ത് ചെയ്യുകയാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് എവിടേക്ക് എത്തിക്കുകയാണ്, 610 മാർക്ക് മേടിച്ചുകൊണ്ട് ഇന്ന് ബാംഗ്ലൂരിലെ NMRCI മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, അഡ്മിഷൻ. നീറ്റിൻ്റെ ഗവൺമെൻറ് കോട്ടയിൽ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, എത്തിയിരിക്കുന്ന അക്ഷയാണെന്ന് നമുക്ക് പരിചയപ്പെടാനുള്ള കാര്യം. ഒരുപാട് കാര്യങ്ങൾ അക്ഷയ്ക്ക് പറയാനുണ്ട് നമ്മളോട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്കറിയാം. 4 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അതും എവിടെയും കോച്ചിങ് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നുണ്ടാകാവുന്ന പ്രഷർ എത്രമാത്രമാണ്, ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രഷർ എത്രമാത്രമാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പല നീറ്റ് സ്റ്റുഡൻസും ഇത് കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെയൊക്കെ എന്ത് ചെയ്ത് ഓവർകം ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ആ ഒരു സീറ്റ് നേടിയെടുക്കണമെന്ന ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോയി. ഇന്ന് ബാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജിൽ പോയി അടിപൊളിയായിട്ട് ഫസ്റ്റ് ഇയറിനെ തകർത്ത് പഠിച്ചുകൊണ്ട് തിരിച്ചെന്ത് ചെയ്യാണ്, വീട്ടിൽ ഞാനിപ്പോൾ വന്നതിൻ്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുകയാണ്. ആളുടെ ഒരു വൈറ്റ് കോട്ട് സെറിമണിയിൽ എനിക്ക് അയച്ചൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജാണ് സത്യത്തിൽ എന്നെ ഇവിടെ എത്തിച്ചത്. നമുക്ക് അക്ഷയുടെ വിശേഷങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതിനു മുമ്പായിട്ട് അക്ഷയ, എന്ത് തോന്നുന്നു? റൈറ്റ്, ഇപ്പം ഈ പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, നീറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ക്രാക്ക് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ട് ബാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നതാണ്. എന്ത് തോന്നുന്നു അക്ഷയ? ഇപ്പം നമുക്ക് അക്ഷയ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് അക്ഷയ, ഞാൻ പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് അനന്തു സാറിനോടും സൈലം ടീമിനോടുമാണ്. പിന്നെ എൻ്റെ ഹോസ്റ്റലിലുള്ള എല്ലാ വാർഡന്മാരും മെൻറ്റേഴ്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും ആദ്യം താങ്ക്സ് പറയുന്നു. ഞാൻ ഈ ഒരു സക്സസ്സിൽ വരാനുള്ള എല്ലാ ഇതിലും സൈലം ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പാരൻസും അതുപോലെ നല്ല സപ്പോർട്ടീവാണ്. ഇത്രയും എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഡ്രീമായിരുന്നു MBBS കിട്ടണം എന്നുള്ളത്. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടി, കോളേജിൽ പോയി വൈറ്റ് കോട്ടും സ്റ്റെത്തൊക്കെ ഇട്ട് അവിടെ വൈറ്റ് കോട്ട് സെറിമണിയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഹാപ്പിനെസ്, ആ ഡ്രീം മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്നത്, എന്നോട് അക്ഷയ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലേ, +2 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് അറിയുന്നത് അപ്പോഴായിരുന്നല്ലേ, ഡോക്ടർ ആവുന്നതിന് വേണ്ടി. സോ അത് തന്നെ അങ്ങനത്തെ പോലും അവയർനെസ് ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ആ ഒരു ഡ്രീം കൈവിടാതെ ഓരോ വർഷവും ഇങ്ങനെ സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് കയറി സൈലത്തിൻ്റെയും കൂടെ ഹെൽപ്പോട് കൂടി അവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നല്ലേ ഒരു ഹാപ്പിനെസ്സിലാണ് ഇപ്പോൾ ഉള്ളത് ആളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്ഷയ ഒന്ന് ജസ്റ്റ് ഒരു എങ്ങനെയായിരുന്നു റൈറ്റ് ഈ ഒരു എൻട്രൻസ് പഠനം തുടങ്ങിയതിൽ നിന്ന് സൈലത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ? ആദ്യം +1 +2 ഞാൻ അത്രയും ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു, ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു.
അപ്പം എങ്ങനെയെങ്കിലും എക്സാം നല്ല മാർക്ക് മേടിക്കണം, 80% എബവ് മേടിക്കണം, അങ്ങനത്തെ ഉള്ള ഒരു തോട്ടാണ് എനിക്ക്. ഇപ്പോൾ MBBS ആവണം, പക്ഷെ അതിന് ഇത്രയും പ്രാക്ടീസ് ചെയ്യണം, ഇത്ര എഫേർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. സൈലത്തിൽ എത്തുന്നതിന് മുമ്പ് വരെ ഞാൻ ഫിസിക്സിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു NCERT ഉള്ളത് വരില്ല, അതിനേക്കാളും കൂടുതലായിരിക്കണം, കുറച്ചും കൂടി എന്തൊക്കെയോ ആണ് അവർ ചോദിക്കുന്നതെന്നുള്ളത്, ബുക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് അവർ ചോദിക്കുന്നതെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. എൻട്രൻസ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേറെ ബുക്സ് റെഫർ ചെയ്യണം, എക്സ്ട്രാ ബുക്സ് മേടിക്കണം, പഠിക്കണം. NCERT അല്ല, NCERT മാത്രം വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഉള്ള തോട്ടായിരുന്നു സൈലത്തിന് എത്തുന്ന മുമ്പ് വരെ. സോ അത് പിന്നെ വീട്ടുകാരിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞ ഒരു 4 വർഷ സമയം? കാര്യം വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. ആദ്യം MBBS പഠിക്കാൻ എൻ്റെ അമ്മയ്ക്കും നല്ല ആഗ്രഹമാണ് ഞാൻ ഡോക്ടർ ആവണം എന്നുള്ളത്. അച്ഛൻ കൃഷി ആയത് കാരണം കംപ്ലീറ്റ്ലി ഒരു അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വരണം, അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അച്ഛന്. ഞാൻ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ MBBS ആവണം എന്നുള്ളത് അച്ഛനെ അറിയില്ല, അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇടയ്ക്ക് പറയും, അച്ഛൻ വിചാരിക്കും ചുമ്മാ പറയുന്നതാണ്. പിന്നെ ഞാനിത് കഴിഞ്ഞ് പറഞ്ഞപ്പം ആദ്യത്തെ 1 വർഷമല്ലേ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം സ്കോർ ഭയങ്കര കുറവായി കിട്ടിയപ്പം അച്ഛൻ വേണ്ട, ഇതോടെ നിർത്താം. പിന്നെ പുറത്തുനിന്ന് കുറേ പേര് പറയാൻ തുടങ്ങി, ഇങ്ങനെ കുറേ പേര് ആദ്യം തൊട്ടേ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നവരാണ്, ആ കുട്ടികളുടെ കൂടെ ഒന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, വേണ്ട നിർത്താൻ പറഞ്ഞു. അപ്പം തൊട്ട് അച്ഛനൊരു ചെറിയ ഇതായി, അയ്യോ വേണ്ട, സമയം പോകും മോളെ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി കോച്ചിങ് വേണ്ട, ഞാനിരുന്ന് പഠിച്ചോളാം, എന്ത് എനിക്ക് പറ്റുന്നു അങ്ങനെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ മാർക്ക് അതിലേക്ക് എത്തുന്നില്ല, ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള മാർക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോണും ആ സമയത്ത് ഫോണും ഉപയോഗിച്ചിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫോൺ മേടിച്ചത്, കുറച്ചിങ്ങനെ പഠിക്കാനൊക്കെ ഇതുണ്ടെന്ന് പറഞ്ഞപ്പം അതിന് ലാസ്റ്റ് വരെ മെൻ്റലി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തത് അമ്മയാണ്. കുഴപ്പമില്ല, നിനക്ക് പറ്റും. ഞാൻ ഒരു 3rd അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഡൗൺ ആയി, ഒന്നും ചെയ്യണ്ട, ഞാൻ മറ്റു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഇതുമില്ല, പിന്നെ ഇത് മുന്നോട്ട് പോകണം എന്നില്ലാത്ത ഒരു ഫേസിലായിരുന്നു. 2 മാസം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആ വർഷത്തിന്റെ എൻഡാണ് സൈലത്തിന്റെ ക്രാഷ് കോഴ്സ്. സൈലത്തിന്റെ ക്രാഷ് കാണുന്നത് 4th അറ്റംപ്റ്റിന്റെ എൻഡിലായിരുന്നു ക്രാഷ് കാണാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അത് കണ്ടപ്പോഴാണ് ഓൺലൈൻ ക്രാഷിൽ ചേർന്നു സാറിന്റെ XPL ആ സമയത്തുള്ള. എന്റെ എൻ ഗെയിമും എല്ലാം അപ്പോഴാണ് മനസ്സിലായി. NCERT സാർ ഇങ്ങനെ പറയാം, NCERT പഠിക്കുക, അതിൽ നിന്ന് പുറത്തൊന്നും ഇല്ലാന്ന്. പിന്നെ NCERT അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ക്രാഷ് ആയപ്പോഴത്തേക്കും ടോട്ടലി ക്രാഷ് കോഴ്സ്. XPL എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനി റിപ്പീറ്റർ പോലെ തന്നെയാണ് സത്യത്തിൽ. ആ ഒരു സമയം 3 മാസം അടിപൊളിയായിട്ട് ക്രാഷിന്റെ കൂടെ സൈലത്തിന്റെ കൂടെ നോക്കി വന്നു. എനിക്ക് അത് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പഠിച്ച ആദ്യമായിട്ടാണ് ഞാൻ എൻട്രൻസ് ഇതിന് പഠിക്കുന്നത്, ഹാപ്പി ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് സൈലത്തിന്റെ ക്രാഷ് കോഴ്സ്. എനിക്ക് അവിടുത്തെ ഫാക്കൽറ്റി സംസാരിക്കുന്ന ആ ഒരു രീതി ഇഷ്ടപ്പെട്ടു. സൈലത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ഒരു ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും റിലേഷൻഷിപ്പ്, എനിക്ക് അത്രയും നല്ല റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത്. അവിടെ ടീച്ചേഴ്സ്, താങ്ക് യു. അത് തന്നെ ഞാൻ പറയണല്ലോ അങ്ങോട്ട്, റൈറ്റ്, അതൊരു അപ്രീസിയേഷൻ ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. ഓക്കെ, അപ്പം അവിടുന്ന് ക്രാഷ് എക്സാം എഴുതാൻ വേണ്ടി പോയി. എന്നിട്ട് സ്കോർ എത്രയായിരുന്നു 4th അറ്റംപ്റ്റിൽ 4 വന്നപ്പോൾ? ആദ്യമായിട്ട് സർ ഞാൻ ആദ്യമായിട്ടാണ് 500 ക്രോസ് ചെയ്യുന്നത്, 510 എത്തിയത്. 510 എന്ന് പറഞ്ഞ സ്കോർ എത്തി. 510 എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇത് കിട്ടില്ലല്ലോ, പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വർഷം. എനിക്കറിയില്ല കാര്യം 500 ക്രോസ് ചെയ്ത്, ആദ്യമായി 500 ക്രോസ് ചെയ്തു എന്നുള്ളത്. എനിക്കറിയുള്ളൂ ഞാൻ എത്ര ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ 510 ഞാൻ എൻ്റെ അമ്മയോട് അന്ന് രാത്രിയാണ് ഞാൻ കാണുന്നത്, 1 മണിക്കാണ് ഞാൻ ആ റിസൾട്ട്. എനിക്ക് ഇനി ഓർമ്മയുണ്ട്. അപ്പോൾ 1 മണിക്ക് ഞാൻ അമ്മേനെ എണിപ്പിച്ച് ഞാൻ പറയണം, അമ്മ 510. എൻ്റെ അമ്മയ്ക്ക് ഹാപ്പിയാണ്, കാരണം ഞാൻ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അപ്പം കുറേ പേര് ചോദിച്ചത് 510 കിട്ടില്ലല്ലോ, എന്തിനാ സന്തോഷിക്കണമെന്ന് ചോദിച്ചു. എനിക്കറിയാം 510 ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളത് എനിക്കറിയുള്ളൂ. ഞാൻ 510 എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും സാറിനെ കാണണം. ഞാൻ സാറിനെ കണ്ടിട്ട് കൂടുതൽ എനിക്ക് അതാണ് സന്തോഷം. ഇത്രയും ഇതുവരെയായിട്ട് അങ്ങനെ ഒരു മലയാളം ചാനലിൽ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അങ്ങനെ ആരും ഞാൻ കണ്ടിട്ടില്ല. സാറിന്റെ മോട്ടിവേറ്റ് അതൊക്കെ പുതിയതായിരുന്നു. എന്തോ എന്തെങ്കിലുമൊക്കെ സാറിൻ്റെ അടുത്ത്, സാറിൻ്റെ ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം, ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. എനിക്ക് ആ സമയത്ത് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്തിനാ പഠിക്കുന്നത്, ആവശ്യമില്ലാതെ പോവാണ്. എനിക്ക് ആ 510 സ്കോർ ഉണ്ടപ്പോൾ അതൊന്നും എനിക്കൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എനിക്ക് പോയി എങ്ങനെയാണ് സൈലത്തിലെത്തണമെന്നുള്ളതായി. അങ്ങനെ സൈലത്തിലെത്തി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാര്യം സാധാരണക്കാരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്, എഡ്യൂക്കേഷൻ വെച്ചുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് MBBS എന്നുള്ളതല്ല, നിങ്ങളുടെ സ്വപ്നം ഏതാണോ ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തുന്നവരെ നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് സൈലം ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ അക്ഷയയുടെ വിജയത്തിനൊരു ഭാഗമായതിൽ വളരെ സന്തോഷം. കാര്യം ഇത്രയും സാധാരണക്കാരായ ആൾക്കാർ, കർഷകരായിട്ടുള്ള
വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാരിൽ സൈലം എന്ന ഈ പ്ലാറ്റ്ഫോമിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയതിൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത്, ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ കാണുന്നത്. ഇനി അക്ഷയ, നമുക്ക് കുറച്ചും കൂടെ നീറ്റ് ആസ്പിറൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഏത് സബ്ജക്റ്റായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട്? ഫിസിക്സിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ട് ലെവൽ ഓവർകം ചെയ്യാൻ വേണ്ടി അക്ഷയ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് കൂടുതലും? ആദ്യം സാറ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ചു മൈൻഡ് മാപ്പ് ഇതൊക്കെ പഠിച്ചാൽ മതിയോ, കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ ഇതാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മൈൻഡ് മാപ്പ് പോലും റിവൈസ് ചെയ്യാൻ ലാസ്റ്റ് സമയം ഉണ്ടാവില്ല, മൈൻഡ് മാപ്പിലൂടെയാ പോകേണ്ടതെന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിന്റെ അവിടുത്തെ സ്ലൈഡ്സ് എല്ലാ ആദിൽ സാറിന്റെയും ജാബിർ സാറിന്റെയും ആരായാലും എല്ലാ ഫിസിക്സ് ഫാക്കൽറ്റീസിന്റെയും നല്ല നല്ല സ്ലൈഡ്സ് ആയിരുന്നു. അവരെടുക്കുന്ന രീതിയെല്ലാം കുറച്ച് ഒരു ദിവസം ഹാഫ് ഡേ ക്ലാസ് ഉണ്ടാവുള്ളൂ, പിന്നെ ഹാഫ് ഡേ ലീവ് ആയിരിക്കും. പിന്നെ ആ ക്ലാസ് പിന്നെയും നമ്മൾ കാണുന്നു, ഹോസ്റ്റലിൽ നിന്ന് കാണും. അപ്പോൾ ആ ഒരു ഐഡിയ, ഹൈബ്രിഡ് ഐഡിയ ശരിക്കും ഹെൽപ്പ് നന്നായിട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഓക്കെ, അത് രണ്ടും കൂടെ ആ ഒരു ബ്ലെൻഡഡ് ഫോം നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്ലാസ് കണ്ടിട്ട് ക്ലാസ് കാണുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നന്നായി റിവിഷൻ പോലെ തന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമായിരുന്നു. അന്നത്തെ എക്സാമിന്റെ ഷോർട്ട് എക്സാം നടത്തും, അപ്പോൾ ആ എക്സാംസ് ആ ക്വസ്റ്റ്യൻസിലൂടെ പോകും. പിന്നെ അന്നത്തെ ക്ലാസ്സിൽ സ്ലൈഡ്സിൽ ചെയ്തിട്ടുണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് പുറത്തുനിന്ന് ചെയ്യുമായിരുന്നോ? കൂടുതൽ ചെയ്യുന്നു. ക്ലാസ്സിൽ എന്താണ് ചെയ്തത് അതിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നില്ലായിരുന്നു. വെരി ഗുഡ്, എക്സലന്റ്. അപ്പം അതിനപ്പുറത്തേക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് തേടി പോവുക, ബുക്ക് തേടി പോവുക, അതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പൊ ഇവർക്ക് സത്യത്തിൽ ഞാൻ പറയട്ടെ, ഇപ്പം സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസിലാണെങ്കിൽ ഓൺലൈനിൽ പഠിക്കുന്ന കാര്യവും ഓഫ്ലൈനിൽ പഠിക്കുന്ന കാര്യവും ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ കളർഡ് പ്രിന്റ് ഔട്ട് ഒരു പാഠം, ഒരു ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത്. എഴുതിയെടുക്കേണ്ട സമയമൊന്നും ഇല്ലായിരുന്നു. ഒരു എക്സാം കഴിയുമ്പോഴും പോസ്റ്റ് എക്സാം അനാലിസിസ് ചെയ്യുമായിരുന്നല്ലോ, ഏതൊക്കെ തെറ്റി ഏതൊക്കെ ശരിയായി, തെറ്റ് അത് കണ്ടെത്തുമായിരുന്നു കറക്റ്റായിട്ട്. അത് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ, റെഡി. അപ്പോൾ എക്സാം അനാലിസിസും എക്സാം, അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ റിവിഷൻ പ്രോഗ്രാം പോലും എക്സാം നടത്തി അന്ന് വൈകുന്നേരം തന്നെ എക്സാമിൻ്റെ ഡിസ്കഷൻ വെച്ച് ഒരു പോസ്റ്റ് എക്സാം അനാലിസിസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ആ ഒരു പോസ്റ്റ് എക്സാം അനാലിസിസ്, ഇപ്പം അക്ഷയ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ പോസ്റ്റ് എക്സാം അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സാം എഴുതി തന്നെയാണ് ഈ പറഞ്ഞ എൻട്രൻസിന് പഠിക്കേണ്ടത്, അല്ലാതെ തിയറി മാത്രം പഠിക്കുന്നതിൽ കാര്യമില്ല. എക്സാം എഴുതുക, ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടാവണം. ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എവിടെയാണോ സ്റ്റക്ക് വരുന്ന ആ പ്രശ്നത്തിനെ പരിഹരിച്ചിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി. ആ പോയിന്റ് ഞാൻ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ റിവിഷൻ സമയത്തെ എക്സാമുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞുള്ള എക്സാം അനാലിസിസ് വീഡിയോകളും അധ്യാപകരുടെ കൂടെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പഠിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ള കാര്യം കൃത്യമായി ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ അക്ഷയ, അപ്പോൾ നമ്മൾ എക്സാമിലേക്ക് കഴിഞ്ഞു. ഇനി എക്സാം ഡേ, അതിൻ്റെ സ്ട്രെസ് എങ്ങനെയായിരുന്നു അവർക്ക്? 5ാമത്തെ തവണ ഒന്ന് ആലോചിച്ച് നോക്കണം. 5ാമത്തെ തവണ എന്നെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്ത് ചെയ്യുന്നു, ഭയങ്കര ടെൻഷനാകുന്നു. ഒരു 5ാമത്തെ തവണ ഇനിയൊരു ഓപ്ഷൻ ഇല്ല. എന്നിട്ട് ലൈക്ക് എക്സാം ഡേ ആൻഡ് എക്സാം ആ ഒരു വീക്ക്, എക്സാം മന്ത്, എങ്ങനെയായിരുന്നു അതിനെ ആ ഒരു തൊട്ട് മുമ്പത്തെ മാസത്തിന് ഓവർകം ചെയ്തിരുന്ന സ്ട്രെസ്? എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ? എക്സാം എനിക്കും അറിയണമെന്നുണ്ട് ആ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. ആ ഒരു സമയത്ത് തോന്നൽ എന്തൊക്കെയായിരുന്നു? നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ മാക്സിമം എന്ത് ചെയ്യുന്നു, ക്ലാസ് റൂമിലൊക്കെ വരാറുണ്ടായിരുന്നു. എങ്കിലും എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായ ഒരു ഫീലിങ്സ്? എങ്ങനെയാണ് ഓവർകം ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് ഗ്രേറ്റ് എക്സാമിന് കറക്റ്റ് ഒരു മാസം മുമ്പ് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ പറ്റിൽ നല്ല മാർക്ക് നല്ല ഡൗൺ ആയി. അത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നു. പിന്നെ ആ പോർഷൻസ് ഞാൻ കുറച്ച് കവർ ചെയ്യാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ഡൗൺ ആയി. അപ്പൊ എനിക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങി. 5th അറ്റംപ്റ്റ് ആണ്. അപ്പം എങ്ങനെ ഈ പ്രാവശ്യം ഇനിയും മാർക്ക് ഇതെന്താ ഇങ്ങനെ കുറഞ്ഞു പോകണം, എന്ത് പറ്റി എന്നുള്ള ആ ടെൻഷൻ കൂടി വന്നു. പിന്നെ മെന്റേഴ്സ് ഉണ്ട്, മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ മെന്റേഴ്സിനോട് പോയി സംസാരിക്കും. പിന്നെ എനിക്ക് ഇത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചാണല്ലോ ഓരോ വർഷം ഇങ്ങനെ കളഞ്ഞത്. അപ്പോൾ ഇനി ടെൻഷൻ അടിക്കാൻ പാടില്ല. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റലിന്റെ എക്സാം ഞാൻ ഗ്രാജുവലി കൂട്ടി വന്നത്. എൻ്റെ ഹയസ്റ്റ് സ്കോറിനേക്കാളും ഹയസ്റ്റ് സ്കോറിന് ഈക്വൽ ആയിട്ടുള്ള മാർക്കാണ് എനിക്ക് കിട്ടിയത്. അതേ മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹയസ്റ്റ് സ്കോർ ഞാൻ ഒരു പ്രാവശ്യം 600 ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരിക്കും എൻ്റെ നീറ്റ് 610 എത്തി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അത് ആ ഒരു എക്സാമിന് മാത്രമായിരുന്നു 600 ക്രോസ് ചെയ്തത് ലാസ്റ്റ് എക്സാമിൽ. അപ്പം അത് GIB അറ്റംപ്റ്റ് ചെയ്തത് ഞാൻ ഭയങ്കര സീരിയസ്. എന്തായാലും ഫൈനൽ എക്സാം ആണ് ഇമ്പോർട്ടൻറ്റ്. ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ആ കോൺസെപ്റ്റ് പുതിയതായിരുന്നു. അതായിരുന്നു കൂടുതൽ ഹെൽപ്പ് ചെയ്തതും. എല്ലാ ചാപ്റ്റേഴ്സും ഒന്നുകൂടി പോവാ, ആ ഒരു പുതിയ ആംബിയൻസിലേക്ക്, ഇവിടുന്ന് വേറൊരു സെന്ററിലേക്ക് കൊണ്ടുപോകും, അവിടുന്ന് എക്സാം എഴുതും, തിരിച്ചു വരും. അത് ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ ഓരോ അറ്റംപ്റ്റും പോയ പോലെ ഞാൻ ഫീൽ ചെയ്തു. മനസ്സിലായി. GIB എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു പുതിയ സ്കൂളിൽ പോകുന്നു, ആ സ്കൂളിൽ ഇരുന്ന് എഴുതുന്നു, ഒരു എക്സാം അറ്റ്മോസ്ഫിയർ നന്നായി കിട്ടുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് അത് നന്നായി യൂട്ടിലൈസ് ചെയ്തു. യെസ്. പിന്നെ ലൈക്ക് ആരെയാണ് ക്ലോസ് ഫ്രണ്ട്, ലൈക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞാലും കൊള്ളായിരുന്നു. ആരെയാണ് ക്ലാസ് റൂമിൽ ക്ലോസ് ഫ്രണ്ട്, ആളെന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൊള്ളാം. സൈലത്തിൽ വന്നിട്ട് എനിക്ക് എല്ലാം
എല്ലാം കിട്ടിയത് ബെസ്റ്റ് ആയിരുന്നു. ആ. എഡ്യൂക്കേഷൻ ആയാലും ആ. മെൻറ്റേഴ്സ് ആയാലും വാർഡൻസ് ആയാലും അതിലെനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കിട്ടിയ ഫ്രണ്ടാണ് ശ്രീയ. ഓക്കെ, ശ്രീയ. ആളിപ്പം കൊല്ലം മെഡിക്കൽ കോളേജിൽ ഓ, പഠിച്ചു. ആളും US എത്തി. വെരി ഗുഡ്, പെർഫെക്റ്റ്. ആ, ഞാൻ എപ്പോഴൊക്കെ ഡൗൺ ആയാലും എന്നെക്കുറിച്ച് ഫുൾ അറിയാവുന്ന ഒരാൾ ശ്രീയെ മാത്രമായിരുന്നു ഓക്കെ, അവിടെ. റെഡി. ആ, എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളും ഞാൻ എങ്ങനെ എത്തി, എത്രാമത്തെ അറ്റംപ്റ്റ്, ക്ലാസ്സിലുള്ള ലാസ്റ്റ് വരെ ആർക്കറിയില്ലായിരുന്നു. ശ്രീക്ക് മാത്രമേ അറിയുള്ളൂ ഇത് 5th അറ്റംപ്റ്റ് ആണ്. അപ്പൊ ഞാൻ സാറിനെ എത്രത്തോളം ഇൻസ്പയർ ചെയ്തു വന്നു ശ്രീക്ക് അറിയാം. അപ്പൊ സാർ എങ്ങനെ ആ ക്യാമ്പസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഓടി വിളിക്കും, സാർ അവിടെ ഉണ്ടെന്ന്. സാറിനെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ പോസിറ്റീവ് വൈബ്രേഷനാണ്. സാർ ഇത് വന്നാൽ മതി, സാറിനെ കണ്ടാൽ മതി, ഓക്കെ നമുക്ക് ഇന്ന് മതി, ഈ എനർജി മതി, നമുക്ക് പോയിരുന്ന് പഠിക്കാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സാർ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ശ്രീയെ വിളിക്കും, ശ്രീ കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിക്കും. ഞങ്ങൾ ഓടി ഒന്ന് സാറിനെ കാണും. സാറിനെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ഓ ഇന്ന് ഇത് മതി, നമുക്കിന്ന് പോയി പഠിക്കാം, നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും. എനിക്ക് മാർക്ക് കൂടിക്കഴിഞ്ഞാലും ശ്രീക്ക് മാർക്ക് കുറഞ്ഞാലും ശ്രീ അത് ഇതാക്കി എടുക്കില്ല. എനിക്ക് മാർക്ക് കൂടി എന്തിനാ ഞാൻ പോയി പറയണേ, ഓ ഈ പ്രാവശ്യം നീ പഠിച്ചു നോക്കുക, അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ മാർക്ക് എടുക്കണം. ആ ഒരു രീതിയിലാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ മെന്റലി കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ശ്രീയാണ്. അങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതും എനിക്ക് തോന്നുന്നു സാധാരണ കോമ്പറ്റീറ്റീവ് ഈ വേൾഡിലും കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള സ്ഥലങ്ങളിലും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാറുണ്ടാവില്ല. കാര്യം ആ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്നു അക്ഷയുടെ വിജയത്തിൽ വളരെ ഒരു വലിയ ഫാക്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കണ്ടെത്തുക, അവരുടെ കൂടെ മുമ്പോട്ട് പോകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോഴും അത് വളരെ വലിയൊരു ഫാക്ടറാണ്. ഏറ്റവും അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ ഏറ്റവും ലോ കണ്ടീഷനിൽ നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളായിരിക്കും നിങ്ങളുടെ ലൈഫ് ലോങ്. ശ്രേയ ഇപ്പോൾ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം അക്ഷയ, നമ്മൾ എക്സാം ഡേ എങ്ങനെയായിരുന്നു, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം എത്തണം? എക്സാം ഡേ എന്തൊക്കെയായിരുന്നു ചെയ്തത്, തലേദിവസം എന്തൊക്കെയാണ് ചെയ്തത്, അതിൻ്റെ കാര്യം ഒന്ന് പറയാമോ ജസ്റ്റ്? എക്സാം ഡേ മുമ്പ് ഞാൻ കൂടുതൽ സ്ട്രെസ് ഒന്നും എടുത്തില്ല. ഒന്നും വായിക്കാനൊന്നും വലുതായിട്ട് അങ്ങനെ വലുതൊന്നും വായിച്ചിട്ടില്ല. ജസ്റ്റ് ബയോളജി ബുക്ക് എടുക്കും. എപ്പോഴാണ് ഏതൊക്കെ സ്ഥലത്താണ് ഞാൻ കൂടുതൽ മിസ്റ്റേക്ക് ആക്കുന്നത്, എനിക്കിപ്പം അനാട്ടമി ചാപ്റ്റർ ബയോളജി ഫസ്റ്റ് ഇയറിൽ എപ്പോഴും ഞാൻ തെറ്റിക്കുന്ന പോർഷൻ. അപ്പം ഞാൻ തെറ്റിക്കുന്ന പോർഷൻസ് മാത്രം ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യും. പിന്നെ ഫിസിക്സിലെ ചില ചാപ്റ്റേഴ്സ് എനിക്ക് പെട്ടെന്ന് മറന്നു പോകുന്ന ഭാഗങ്ങളുണ്ട്, ആ ഫോർമുലാസ് മാത്രം റീകോൾ ചെയ്യും. എക്സാം ആൾ എങ്ങനെയായിരുന്നു? എക്സാം ഡേ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് എക്സാം ഞാൻ കോഴിക്കോട് നിന്ന് തന്നെ എഴുതിയത്. പാലക്കാട് നിന്നല്ല, കോഴിക്കോട് തന്നെ. ഞാൻ എക്സാം ഡേ നമ്മുടെ നെപ്റ്റ്യൂൺ ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പോയത്. അച്ഛൻ രാവിലെ വന്നു. അവിടെ നിന്ന് പോകാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ആദ്യത്തെ കാര്യം ഇവിടെ സൈലത്തിൽ നിന്ന് പോകാന്നുള്ള ഭയങ്കര സങ്കടമായിരുന്നു. നല്ല നല്ല ഫ്രണ്ട്സും നല്ല വാർഡൻസും മെൻറ്റേഴ്സും അതൊക്കെ ആ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ടായിരുന്നു. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം, പിന്നെ നല്ല രീതിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം, ഇവരെയൊക്കെ കാണണം അങ്ങനെയുള്ള. കാരണം അത്രയും നല്ല പീസ്ഫുള്ളും അത്രയും ലവും കെയറും കിട്ടിയത് സൈലത്തിൽ നിന്നാണ്. പിന്നെ അത് എക്സാമിൻ്റെ ഇത് എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ഞാൻ ഫ്രീ ആയിരുന്നു. കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് സൈലത്തിൽ വന്ന് ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് കിട്ടിയത് കോൺഫിഡൻസ് ആണ്. അപ്പം എനിക്ക് എന്തായാലും ഇന്നത്തെ ദിവസം എൻ്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ പോയി. കാരണം ഇത്രയും വർഷം ഞാൻ ചെയ്ത തെറ്റ് എക്സാം ഹാളിൽ വെച്ച് ടെൻഷൻ അടിക്കുക. അപ്പൊ ഞാനിങ്ങനെ ടൈം നോക്കും, ഇത്രയും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. ഇപ്പം അതുകൊണ്ട് ടൈം ഒരുപാട് നോക്കാണ്ട് ചെയ്തങ്ങ് പോയി. അപ്പൊ ആദ്യം ബയോളജി കംപ്ലീറ്റ് ചെയ്തു, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫൈനൽ ഫിസിക്സിലേക്ക് വന്നു. ചെയ്ത് ഇറങ്ങിയപ്പോൾ എല്ലാ വർഷത്തിനേക്കാളും ഈ വർഷത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇപ്രാവശ്യം വൈറ്റ് കോട്ടും സ്ട്രെത്തും ഇടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്. റെഡി. ഇനി എന്ത് പറഞ്ഞു വീട്ടിലെത്തി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരുടെ ഒക്കെ എല്ലാവരും ഹാപ്പി ആയോ? എല്ലാവരും ബന്ധുക്കളൊക്കെ കാണാൻ വന്നു, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കറക്റ്റ് 5:30 ഞാൻ പുറത്ത് വരാൻ എല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് 5:30 എക്സാം കഴിഞ്ഞത്. ഞാൻ പുറത്തുനിന്ന് 5:45 എൻ്റെ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്ത് പറയുന്നുള്ളത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ എന്തായാലും കയറും എന്നുള്ള ഞാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അന്നൊന്ന് നന്നായി കിടന്നുറങ്ങി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. ഇത്രയും 4-5 വർഷം ഭയങ്കര സ്ട്രഗിളായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം ഞാൻ അത്ര സമാധാനത്തോടെ കിടന്നുറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടിയ ദിവസം അതിനേക്കാളും വലിയ സ്പെഷ്യൽ ആയിരുന്നു. ഓക്കെ, പെർഫെക്റ്റ്. പോയി എല്ലാവരും കൂടെ പോയി, ഫാമിലി എല്ലാവരുമായിട്ട് പോയി. എനിക്ക് അവിടുത്തെ എനിക്കൊരു ഫോട്ടോ ആയെന്ന് തോന്നുന്നു. ഞാൻ DP കണ്ട് എനിക്ക് തോന്നുന്നു വൈറ്റ് കോട്ട് ഇട്ട ഒരു ഫോട്ടോ തന്നെയായിരുന്നു. യെസ്, പെർഫെക്റ്റ്. ഇനി ഇപ്പൊ എങ്ങനെ പോകുന്നു പഠിത്തം, അത് പറയട്ടെ, അതിലേക്ക് നമുക്ക് പോകണം. എങ്ങനെയാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് പഠനം പോകുന്നു? എന്റെ ഡ്രീം ഡേയ്സ് ആയിരുന്നു അത്. അങ്ങനത്തെ ലെക്ചർ ഹാളിലേക്ക് പോയി ഇരിക്കുക, മാമിന്റെ അത്രയും വലിയ പ്രൊഫസേഴ്സിന്റെ ക്ലാസ് ഒക്കെ കേൾക്കുക എന്നുള്ളത് ഡ്രീം. ആദ്യത്തെ ദിവസം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പോയി ഇരുന്ന്
പിന്നെ വൈറ്റ് കോട്ട് സെറിമണി അത്രയും സ്പെഷ്യലായിരുന്നു. ആ സമയത്താണ് ഞാൻ എപ്പോഴും സാറിനെ കോൺടാക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് വൈറ്റ് കോട്ട് സെറിമണി അന്ന് എന്തായാലും സാറിനെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ടാണ് സാറിന് അങ്ങനെ മെസ്സേജ് അയച്ചത്. അവിടെ എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം, ഹോം സിക്നെസ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അവിടെ പോയി ആ ബുക്സ് ഒക്കെ നോക്കി അത്രയും മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലേക്ക് പോയി എന്നുള്ള ആ ഒരു സന്തോഷം എനിക്ക് എങ്ങനെയാണ് അതുമായിട്ടൊക്കെ അഡാപ്റ്റ് ആയി. എനിക്ക് പോയ ഫസ്റ്റ് ഡേ അതൊന്നും എനിക്ക് പുതിയതായി. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ അതിലായിട്ട് ഒരു ഇതുമില്ല, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാം അതിന് വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ഡേ ടു ഇപ്പം വരെ ഭയങ്കര ഹാപ്പിയാണ്. അത്രയും ഹാപ്പി ആയിട്ടാണ് സാർ പഠിച്ചിരുന്നത്. ഓക്കെ, ഉഷാറായിട്ട് പോകുന്നു. MBBS കഴിഞ്ഞ് ആ ഒരു പ്രൊഫഷനെ വളരെ പോസിറ്റീവായിട്ട് കാണണം. ഇതൊരു മണി മേക്കിംഗ് പ്രൊഫഷൻ ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് മുമ്പിൽ വരുന്ന ആളുകളുടെ ക്ഷമയോടുകൂടി അവരെ സ്നേഹിക്കാനും ഒക്കെ അക്ഷയ്ക്ക് കഴിയണം. അതന്നെ ആയിരിക്കണം ലക്ഷ്യം. അതല്ലേ ലക്ഷ്യം? 100%. അപ്പം അങ്ങനെ തന്നെ പോട്ടെ, ഉഷാറായിട്ട് പോട്ടെ. നമുക്കിനി അക്ഷയുടെ പേരൻസിനെ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തേക്ക് പോകാം. അക്ഷയുടെ വീട്ടുകാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അച്ഛൻ കർഷകനാണ്. സോ അച്ഛാ, എന്തൊക്കെയാണ് അച്ഛന് പറയാനുള്ളത്? കാര്യം 5ാമത്തെ തവണ, 4 തവണ ആൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു, 5ാമത്തെ തവണ സൈലത്തിലെത്തുന്നു. എന്ത് തോന്നുന്നു? പിന്നെ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല സാറേ. കൃഷിയാണ് എനിക്ക്. അപ്പോൾ ഇവള് പറയുമ്പോൾ ആദ്യം നീറ്റിൽ പോയിട്ട് ഒരു ഇതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഡോക്ടറാകണം, നീറ്റിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേർത്തി സാർ. അപ്പോൾ അതിൽ ചേർത്തിയപ്പോൾ അതിൽ വേണ്ടത്രയ്ക്ക് മാർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇത് വേണ്ട, ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയല്ല, ഇത് വേണ്ട മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛാ ഞാൻ ഒന്നും കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞു സാർ. അപ്പോൾ എനിക്കത് വേണ്ടെന്നും പറഞ്ഞു. പിന്നെയും ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു സാർ. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ആണ് സാറിൻ്റെ ക്ലാസ് ഓൺലൈനിൽ കണ്ടിട്ട് പിന്നെ അച്ഛാ എനിക്ക് പോകാം, അച്ഛാ ഓൺലൈനിൽ പഠിച്ചപ്പോൾ പിന്നെ പോകാമെന്ന് പറഞ്ഞു. പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് സാർ ഞാൻ കോഴിക്കോട് തന്നെ എത്തുന്നത്. ഫസ്റ്റ് ആയിട്ടാണ്. അതെ സാർ. അവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഒരു ഓട്ടോ പിടിച്ചിട്ട് സൈലം ഇങ്ങനെ ഇറങ്ങിപ്പോളെന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് അവിടെ വന്നു. സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കണം, ഇങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ പറയണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മോളോട് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു, എങ്ങനെയാണ് നീ പഠിച്ചത്, എങ്ങനെ വന്നത്, ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിവരങ്ങൾ ഫോണിൽ വന്നു. മോളെ നീ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണ്ട, നീ ഫ്രീ ആണ്, നീ ജോയിൻ ചെയ്തോ പറഞ്ഞു. അപ്പം തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഭയങ്കര സന്തോഷത്തിലൊന്നും പറയാൻ പറ്റില്ല സാർ. എനിക്ക് എൻ്റെ മോളുടെ ജീവിതം തന്നെ കിട്ടിയത് സൈലാണ് സാർ. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ, നിങ്ങൾ എന്തായാലും ഭയങ്കര കാര്യം 4 കൊല്ലം അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നല്ലേ ഭയങ്കര. അതെ സാർ. അവളാണ് സാർ ഭയങ്കര. ഞാൻ പറഞ്ഞപ്പോൾ ഇവർ രണ്ടാളും എതിർത്ത്, ഞാൻ പറയുമ്പോൾ എതിർപ്പാണ് സാർ. അപ്പോൾ എല്ലാവരും പഠിച്ചേ തീരും എന്ന് പറഞ്ഞിട്ട് ഇവിടെ സാറേ ചെറുതിൽ തൊട്ട് തന്നെ സാറേ അബ്ദുൽ കലാമാണ് ആദ്യം. അടുത്ത ഇൻസ്പിറേഷൻ സാറാണ്. അതിൻ്റെ ഇതിലാണ് ഇവിടെ മോട്ടിവേഷനും ഭയങ്കരമാണ് സാർ. അല്ല സാറേ, സാറിൻ്റെ ഇത് സ്റ്റോറി തന്നെ എനിക്കറിയില്ല. ഇവിടെ തന്നെ പറയും സാർ ഇത്ര ചെറിയ വയസ്സിൽ ഇങ്ങനെയൊക്കെ ആയി, ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നതാണ്. സാറിന് നമ്മളെ പോലെ തന്നെ വീടില്ല, കഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കറിയാം. സാറിൻ്റെ സ്റ്റോറി തന്നെയാണ് ഇവരുടെ കഥ മൊത്തം. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സാർ. ഇതുവരെ ഡിഗ്രി അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടേ പോയിട്ടുള്ളൂ സാർ. ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ 6 ആയിട്ടില്ല. ഇവളാണ് സാറേ ആദ്യമായിട്ട് മുകളിൽ വരുന്നത്. അപ്പൊ ഞങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ സാറേ ഇതിൽ ഒരു 22 വയസ്സൊക്കെ ആയാൽ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കലാണ് സാർ. ഈ പഠിത്തത്തിന് ചിലവാക്കണ്ട, ഈ പൈസ വെച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുക്കലാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അതാണ് സാറേ ചിന്തിച്ചത്. ശരി, ഇനി മതി, പെൺകുട്ടികളല്ലേ, മതി. അപ്പോൾ ഇവളും കൂടിയാണ് പിടിച്ചു നിന്നത്. ഇവളാണ് ഏറ്റവും പിടിച്ചു നിന്നത്. എനിക്ക് അച്ഛാ എനിക്കൊന്നും വേണ്ട, കല്യാണം എനിക്ക് സ്വർണത്തിന്റെ പൈസയെ വേണ്ട, എനിക്ക് ഇതിൽ മുടക്കാൻ മതി, പഠിത്തം മതി. എനിക്കൊരു ഇൻസ്പിറേഷനാണ്. എനിക്കൊരു ഇൻസ്പിറേഷനാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈലം തുടങ്ങി ഇങ്ങനെയൊക്കെ എത്തിയതിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ ഇതൊക്കെ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷം. ഉഷാറാക്കട്ടെ. സാറ് വന്നതിലും ഭയങ്കര സന്തോഷമാണ് എനിക്ക്. സാർ ഇത്ര വിഷയമായിട്ട് ഇവിടെ വന്ന് എത്തുമെന്ന് പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് ഞാൻ വിശ്വസിച്ചല്ലേ സാറേ. എന്നെ എത്തിച്ച അക്ഷയാണ്. അതുകൊണ്ട് എന്റെ മോൾക്ക് നാണൊരു താങ്ക്സ്. എന്റെ മോൾ അക്ഷ എന്ന് പറഞ്ഞിട്ട് അക്ഷയുടെ അച്ഛനമ്മ എന്ന് പറയുന്നത് ഡോക്ടർ അക്ഷയുടെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സാർ എനിക്ക് സാർ അക്ഷയുടെ അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ടല്ലേ സാർ ഇത്. അതുപോലെ എന്നെ ഇവിടെ വെച്ചിട്ടാണ് സാർ നമ്മൾ അടയാളം കാണുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഉഷാറായിട്ട് മാക്സിമം പഠിക്കട്ടെ, ബാക്കി ഉഷാറാക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഉഷാറാക്കാം. താങ്ക് യു. താങ്ക് യു.